ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ വീട്ടിലുണ്ടായ സ്ട്രോബെറിയാണ്. ഇത് പൊട്ടാണ്, എൻ്റെ കുഞ്ഞു വന്നിട്ട് പറിച്ചെടുത്തുകൊണ്ട് പോയതാണ്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി പ്ലാന്റ് നമ്മൾ നട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പം സ്ട്രോബെറി ചെടിയാണ്. നിങ്ങൾക്കിപ്പം കണ്ടാലറിയാം, ഇതിൽ കായൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി കായൊക്കെ ഉണ്ട്. ഈ ഒരു ചെടിക്കകത്തുനിന്ന് പൊട്ടി മുളച്ചിട്ട് ഇതേപോലെ റൂട്ടുകൾ വരുന്ന ഭാഗങ്ങളുണ്ട്. അന്നേരം ഇതിനെ നമ്മൾ റണ്ണർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് നിന്നും കിളിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്ന വേരുകൾ അവിടെ പോയിട്ട് പുതുതായിട്ട് ഓരോ ചെടിയായിട്ട് മാറും. അന്നേരം നമുക്ക് നമ്മുടെ വീട്ടിൽ ഒറ്റ ഒരു സ്ട്രോബെറി ചെടി ഉള്ളെങ്കിൽ പോലും നമുക്ക് 10 ആക്കാം, 100 ആക്കാം. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് നട്ട് വളർത്താം നിങ്ങളുടെ തോട്ടത്തിനകത്തിൽ. അന്നേരം നമ്മൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ അകത്തിലൊന്ന് വരുന്ന ഈ ഒരു വേര് കണ്ട ഈ ഒരു പോർഷനിലെ ഇതൊരു പുതിയ ചെടിയായിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ഇതൊരു പുതിയ ചെടിയായിട്ട് എടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൽ നിന്നെല്ലാം വേരുകൾ ഉണ്ടായി വരുന്നുണ്ട്. ശ്രദ്ധിച്ചേ, കണ്ടോ? അന്നേരം ഈ വേരുകൾ വരുന്ന പോർഷൻ നമ്മൾ നേരെ മണ്ണിൽ കുഴിച്ച് വെച്ചാലും മതി, അവിടെ നമുക്ക് ഓരോ പുതിയ ചെടിയായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.